ശശി തരൂരിന് തിരുവനന്തപുരത്തും കോൺഗ്രസ് പരിപാടികളിൽ വിലക്ക്. തരൂരിനെ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി കാണുന്നില്ലെന്ന് കെ മുരളീധരൻ. തരൂരിനെതിരെയുള്ള നടപടി AICC തീരുമാനിക്കട്ടെയെന്നും മുരളീധരൻ. ഞങ്ങൾ വിട്ടല്ലോ. ഇപ്പൊ അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നടപടി വേണോ വേണ്ടെന്നുള്ള ദേശീയ നേതൃത്വം തീരുമാനിക്കും. അതേ നിലപാട് തീർത്ഥാടത്തോളം കാലം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പങ്കെടുപ്പിക്കും. അദ്ദേഹം ബഹിഷ്കരിക്കാതെ ഞങ്ങളുടെ കൂടി ഇല്ല. പിന്നെ ബഹിഷ്കരിക്കുന്നത്. മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞിരുന്നു പ്രഥമ പരിഗണന പാർട്ടിക്കല്ല, മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രഥമ പരിഗണന എന്ന് ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. കൊച്ചിയിലാണ് പറഞ്ഞത്. കൊച്ചിയിൽ ഇന്നലെ പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റ് അടക്കം പല പരിപാടികളും നടന്നിരുന്നു. ആ പരിപാടികളിലൊന്നും KPCC നിർവാഹകാര്യ സമിതി അംഗം കൂടിയായ ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ല. കൊച്ചിയിൽ ഉണ്ടായിട്ട് പോലും തിരുവനന്തപുരം ജില്ലയിലും ഇനി ശശി തരൂർ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസുകാരെത്തുന്നത്. മുരളീധരന്റെ പ്രതികരണം ഏത് രീതിയിലാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ശശി തരൂരിന്റെ ഈ പാർട്ടി വിരുദ്ധ നിലപാടും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളും ഏറെ വിവാദവും ചർച്ചയുമായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിലും ഇക്കാര്യം തന്നെയാണ് പ്രതികരിച്ചത്. അതായത് പാർട്ടിയേക്കാൾ പ്രഥമ പരിഗണന നൽകുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്, രാജ്യത്തിനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷെ അത് പാർട്ടി വിരുദ്ധ നിലപാടായി തന്നെയാണ് എല്ലാ നേതാക്കളും തുറന്നടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തരൂരിനെതിരെ രൂക്ഷ വിമർശനം അതോടൊപ്പം തന്നെ തരൂരിനെതിരെയുള്ള പരസ്യ പ്രതികരണവുമായി തന്നെയാണ് രംഗത്തെത്തുന്നത് ഈ നേതാക്കൾ എല്ലാവരും എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശശി തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഈ കൂട്ടുമില്ല, മാത്രമല്ല ഈ പാർട്ടി വിരുദ്ധ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളിലൊക്കെയും തന്നെ നടപടി വേണമോ വേണ്ടയോ എന്നത് ദേശീയ നേതൃത്വമായ AICC ആണ് തീരുമാനിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇത്തരം വിയോജിപ്പ് പ്രകടമാകുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന തരൂര് ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നതുവരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പരിപാടിയിലും തരൂരിനെ പങ്കെടുപ്പിക്കില്ല എന്ന പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അല്പസമയം മുൻപ് ഡൽഹിയിലും മറ്റ് നേതാക്കളൊക്കെയും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത് തരൂരിന്റേത് പാർട്ടി വിരുദ്ധ നിലപാടാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വെച്ചിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ അല്പസമയം മുൻപ് കെ മുരളീധരനും പരസ്യമായ പ്രതികരണം നടത്തുകയായിരുന്നു. ഏതായാലും നേതൃത്വത്തിൽ ഇനി തരൂർ തുടരേണ്ട കാര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നിലപാട് മാറ്റണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. മാനസ, ഇതാദ്യമായാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നത്. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിനോടും VD സതീശനോടും ഈ തരൂരിന്റെ പ്രസ്താവനകളെക്കുറിച്ച്, നിലപാടിനെക്കുറിച്ച്, കൊച്ചിയിൽ നടന്ന പരിപാടികളിൽ തരൂരിനെ ക്ഷണിക്കാത്തതിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല ഒരു KPCC നിർവാഹക സമിതി അംഗത്തെയും ക്ഷണിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളും വാദങ്ങളും ഒക്കെയായിരുന്നു KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ തരൂരിനെ ഇനി തിരുവനന്തപുരത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന് മുതിർന്നത് കെ മുരളീധരൻ മാത്രമാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പരിപാടികളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വരെ തരൂരിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളത് ശ്രദ്ധേയമായതാണ്, അതോടൊപ്പം തന്നെ ചർച്ചാ വിഷയമായതാണ്. പക്ഷേ ഏത് നേതാവിനോട് ചോദിക്കുമ്പോഴും അതിൽ പരസ്യമായ ഒരു പ്രതികരണം മാറ്റി നിർത്തി അല്ലെങ്കിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം ഒന്നും തന്നെ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചതോടുകൂടി എന്താണ് പാർട്ടിയുടെ നിലപാട്, എന്താണ് നേതാക്കൾക്കിടയിൽ തരൂരിനെ കുറിച്ചുള്ള മതിപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പരിപാടിയിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്നുകൂടി തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇക്കാര്യത്തിൽ എന്തായിരിക്കും തരൂരിന്റെ നിലപാട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അകത്ത്, അതായത് ശശി തരൂരിന്റെ നിലപാടുകളിൽ കോൺഗ്രസിനകത്തുണ്ടാകുന്ന തർക്കങ്ങളും അതോടൊപ്പം തന്നെ തരൂരിന് ഉണ്ടാകുന്ന വിലക്കും അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തരൂരിനെ വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതോടുകൂടി എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ
കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നത്. വരും നിമിഷങ്ങളിലും ഇത്തരത്തിൽ നേതാക്കൾ, അതായത് കോൺഗ്രസിന്റെ തന്നെ വിവിധ നേതാക്കൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വിളിച്ചു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് ആണെങ്കിലും ഒരു തുറന്ന പ്രസ്താവന നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ തരൂരിനെ തള്ളിക്കളയുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ സൂചിപ്പിച്ച വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് തരൂരിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു എന്ന നിലയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വിനിഷ. ശരി, ശശി തരൂരിനെ തഴയുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു കോൺഗ്രസ് പരിപാടികളിലും ഔദ്യോഗികമായി ക്ഷണിക്കില്ല, ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ല എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് പരസ്യ പ്രതികരണം നടത്തിയത്. മാനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.